പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് കൊണ്ട് ഒരു ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പോൾ അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പം വീഡിയോയിലേക്ക് പോയല്ലോ, പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ചെത്തിയെടുക്കണം. ബീട്രൂട്ട് ആദ്യം ഇതിനങ്ങോട്ട് തുമ്പും മൂടും വെട്ടി കളയണം, എന്നിട്ടാണ് അരിഞ്ഞെടുക്കാൻ. നല്ല മണ്ണൊക്കെ ഉണ്ട്, എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കേണ്ടത്. അരിയ ഇത്തിരി പാട് തന്നെ ഇത്, ഈ പിച്ചാത്തി അറിവില്ല, അതാണ് കുഴപ്പം. കണ്ടില്ലേ ഈ ബീട്രൂട്ടിൻ്റെ ചോപ്പ്. നമ്മളത് അരിഞ്ഞ് തീരാറായി, ഒരെണ്ണം കംപ്ലീറ്റ് ആവാറായി. കണ്ടില്ലേ, അങ്ങോട്ട് ചെത്തി പരവരാന്നെടുക്കണം. ഒരെണ്ണം കംപ്ലീറ്റ് അരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് രണ്ടാമത്തത് നമ്മൾ അരിയണം. അതും തുമ്പൊക്കെ വെട്ടി അങ്ങോട്ട് കളഞ്ഞിട്ട് അങ്ങോട്ട് അരിയണം. വേണ്ടില്ലേ, നല്ല രീതിയിൽ പോളപ്പൻ അരിയൊക്കെ ആണ് അരിയുന്നത്. ചെറിയ അരിയൊക്കെ ഒന്നുമില്ല, ചെറിയ കളികളില്ല, ഇനി വലിയ കളികൾ മാത്രം. ഇത് എന്തിനൊക്കെ ആയിത്തീരുമെന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. നമ്മളെ ബീട്രൂട്ട് ജ്യൂസാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായി വരുമെന്ന് നമുക്ക് പിന്നീട് പറയാം. അടിച്ചുണ്ടാക്കിയതിന് ശേഷം അരിഞ്ഞ് തീരാറായി ലാസ്റ്റ് ഭാഗം. ചെത്തി തീർന്ന ഉടൻ തന്നെ അടുത്ത പരിപാടികൾ തുടങ്ങും. നമ്മൾ അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അരിഞ്ഞെടുക്കണം വട്ടത്തിന്. ഈ ഒരു കണക്കിന് അരിഞ്ഞെടുത്താൽ മതി. വേണ്ടില്ലേ, ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് കൊണ്ടുവരണം. അരിഞ്ഞെടുത്തിട്ട് കാണാം. അതാ ലാസ്റ്റ് അരിഞ്ഞ് ഒരെണ്ണം തീർന്ന്. വേണ്ടില്ലേ, ഒരെണ്ണം കംപ്ലീറ്റ് അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. അടുത്തതാ രണ്ടാമത്തെ എടുക്കുകയാണ് അരിയാൻ വേണ്ടി. അത് ഇതേപോലെ തന്നെ അരിഞ്ഞണം. നല്ല രീതിയിൽ ചെറുതായിട്ട്, എന്നുവെച്ചാൽ വലിയ കട്ടിയാവില്ല, വലിയ ചെറുതുമായി പോകരുത്, അങ്ങനെ അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കണം. ഈ രണ്ടാമത്തതും അരിഞ്ഞ് തീരാറായിട്ടുണ്ട്. വേണ്ടില്ലേ, ചെറുതായിട്ട് അരിഞ്ഞ് അതും തീർന്നു, കംപ്ലീറ്റ് ആയി കഴിഞ്ഞ്. ഇനി നമുക്കൊരു കുക്കർ വേണം. കുക്കറിലിട്ട് തോന്നാ അവിച്ചെടുക്കണം. അതിനു വേണ്ടി കുക്കർ എടുത്തോണ്ട്. അപ്പം ഈ ബീട്രൂട്ട് നമുക്ക് ഇതാ ഈ കുക്കറിലോട്ടിടാം. എല്ലാം ഇട്ടു. കുക്കറിലിട്ട് നമ്മൾ ജ്യൂസിൻ്റെ 1 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കാം. എണ്ണ കൊണ്ട് പറ്റുമോ? പറ്റി. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് വേവിക്കാം. അതിനുവേണ്ടി അടുപ്പിലേക്ക് പോവാം. നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തീ കത്തിക്കണം. കത്തിയിട്ടുണ്ട്. ഒരു 4 വിസിലെങ്കിലും അടിക്കണം, എങ്കിൽ മാത്രമേ ഇത് വേവുള്ളൂ. അതിനുവേണ്ടി നമ്മളിനി വെയിറ്റ് ചെയ്യണം. കണ്ടില്ലേ, തീ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. കുക്കർ അടിപൊളി തന്നെ. ഇനി ഇത് വെന്ത് വന്നിട്ട്
നമുക്ക് കാണാം. അതുവരെ ടാങ്കോ ഡിങ്കോ. ആദ്യത്തെ ശൂളം കേട്ടയാണ് കണ്ടില്ലേ, കറക്കി കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അടിപൊളിയായിട്ട് ശൂളം കേട്ടിട്ടുണ്ട്. അപ്പൊ ഇനി 2-3 ശൂളം കൂടി കേൾക്കണം. അത് ചെറുതായിട്ട് വേവണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു വേവ് കിട്ടൂ. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഇനി ബാക്കി വെന്തതിന് ശേഷം നമുക്ക് കാണാം. വെന്ത് തണുക്കുകയും വേണം. അപ്പം നമ്മളെ ബീട്രൂട്ട് വെന്തൊക്കെ കഴിഞ്ഞ് ഗ്യാസ് എയറൊക്കെ പോയി കഴിഞ്ഞ് അപ്പം നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കുകയാണ്. ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി തണുക്കണം, അതിനു വേണ്ടി നമ്മൾ കോരി മാറ്റുകയാണ്. നല്ല വെന്തിട്ടുണ്ട്, നല്ല പരുവം. കണ്ടില്ലേ, അടിപൊളി തന്നെ. അപ്പൊ ഇനി ഇത് തണുത്ത് നല്ല ഇതാവണം, എന്നിട്ട് നമുക്ക് കാണാം. നല്ല തണുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം, ബീട്രൂട്ട് ജ്യൂസ്. അപ്പൊ നമുക്ക് ബീട്രൂട്ട് ഇതിൽ ഇടാം അടിക്കാൻ വേണ്ടി. കുറച്ചിട്ടാ മതി അല്ലേ? കുറച്ച് മതി. ഇതാ ഈ ബീട്രൂട്ടിന്റെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം കുറച്ച്. ഇനി ഈ പാല് കുറച്ചൊഴിക്കാം. മതി, 5-6 കൂടി ഇടാം. ഇനി 2-3 ഏലക്കായ ഇടണം. ഒരു 3 ഏലക്ക, 3-4 ഇടാം. അതിനൊരു കണക്കൊന്നും ഇല്ല. കുറച്ച് പഞ്ചസാരയും കൂടി. പഞ്ചസാര ആവശ്യത്തിന്. ഷുഗർ ഉള്ളവരൊക്കെ കുറച്ചിടണം, ഷുഗർ ഇല്ലാത്തവർ കുറച്ചിടുക. പിന്നീട് ഷുഗർ വരണ്ട. ഇനി അടച്ചു വെച്ച് ഒരടി അടിക്കുക. നമുക്കിത് അരിച്ചടിക്കാം ഇതില്. കട്ടയൊക്കെ ഉണ്ട് കേട്ടോ. സ്പൂൺ എടുക്കോ, നമുക്കൊരു 5-6 കൂടി ഇടാം. ഇട്ടിട്ട് അടിച്ചെടുക്കാം. കുറച്ച് ഇതും കൂടി ഒഴിക്കുക, കുറച്ച് പാലും കൂടി ഒഴിക്കുക. അങ്ങനെയൊന്നുമില്ല, അരയൊക്കെ ചെയ്യും ഇല്ലടാ ബേ. അടുത്ത് അരിച്ച് നമുക്ക് ഇതിനെ അരിച്ചൊഴിക്കാം. ഇതില് പാത്രമൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ച്. ഇത് തുറക്കാൻ പറ്റൂലല്ലോ. തുറന്നു. ഇനി ഒഴിക്കാം ഇതില്. ഇപ്പം വീഴുന്നു കേട്ടോ. ഇപ്പോഴാണ് അരഞ്ഞത്. നേരത്തെ ഇവരെ വാക്ക് കേട്ടതിലാണ് കരയാത്തത് കേട്ടാ. ഇവരെ വാക്ക് കേൾക്കാതിരുന്നെങ്കിൽ ഇതൊക്കെ അരഞ്ഞനെ കേട്ടാ. അടിപൊളിയുണ്ട്, നല്ല ചെവാന്നിരിക്കണ, നല്ല കളറ്. അടുത്തത്. അപ്പൊ അടുത്തത് കൂടി നമുക്കിതില് എടുത്തൊഴിക്കാം. ഇത് ഇളകി ഉണ്ട്. ഇളകി. ഇനി ഇതിലേക്ക് ഒഴിക്കണം. അരിച്ചൊഴിക്കാനാണ് വയ്യാത്തത്. മതി. ഐസും കൂടി തട്ടി കൊടുക്കാം, വേണ്ടില്ലേ. എന്നിട്ട് ഒരു കലക്ക് ഒന്ന് നല്ല ഇളക്കി മറിച്ച് എടുക്കണം. അടിയിലൊക്കെ കിടക്കണ ഒക്കെ ഇനി മീത കയറി വരണ ഇല്ലേ ചേച്ചി? നിങ്ങൾ എന്തിനേയും പറയ്. സംസാരം കിട്ടിയാലും പടം കിട്ടൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. വീഡിയോ കയറിയെന്ന് പറഞ്ഞ് വോയിസിന് കുഴപ്പമില്ല. നിങ്ങളെ വീഡിയോ, നിങ്ങളെ പടം വന്നാൽ അപ്പൊ വൈറലായി, പിന്നെ എല്ലാം പോയി. ഈ വീഡിയോയുടെ ഇടയിലാണ് മിക്സി എടുത്തോണ്ട് പോണത്.
ഒഴിക്കിട്ടാടേ. ഞാൻ കുടിച്ച് നോക്കാം. ഞാൻ കുടിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങൾ കുടിക്കാവൂ, കേട്ടല്ലേ? ആടെ പൊളി തന്നെ തന്നെ, സത്യാരം തന്നെ. ഞാൻ വിജയിച്ചു. പിന്നെ നല്ല കൊള്ളാം അവിടെ ഇരുന്ന് ചിരിക്കണത്. നല്ല സൂപ്പർ. ഞാൻ അല്ലെങ്കിൽ ഉണ്ടാക്കി കുടിച്ചു നോക്കി. പിന്നെ ഏലക്കയുടെ ഒരു ഇതുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മധുരമൊക്കെ ഉണ്ട്. അപ്പൊ ബീട്രൂട്ടിന്റെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ് ഉള്ളത്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.